ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആത്മവിശ്വാസം എങ്ങനെ കൂട്ടാം, വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കറിയില്ല, എനിക്ക് അത്രയ്ക്കും ബുദ്ധിയില്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെയുള്ളത്. എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. എല്ലാം അതുപോലെ എന്നല്ല, പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഒരു ഒരു കൺസെപ്റ്റാണ്. മനുഷ്യന് 2 ടൈപ്പ് മനസ്സുണ്ട്: ബോധമനസ്സും ഉപബോധ മനസ്സും. ബോധമനസ്സ് നമ്മളിപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ബോധമനസ്സിലുള്ളത്. ബോധമനസ്സെന്ന് പറയുന്നത്, ബോധമനസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പേര്, നമ്മൾ ഡെയിലി ചെയ്യുന്ന റുട്ടീൻസ്, പല്ല് തേക്കുക, ദിനചര്യകളുണ്ടല്ലോ, കുളിക്കുക, ആഹാരം കഴിക്കുക, നടക്കുക, പഠിക്കുക, ജോലിക്ക് പോവുക, ഉറങ്ങുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് സ്റ്റോർഡാണ്. ആ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ആൾക്കാരുടെയും പേര്. അപ്പോൾ ഇത്രയും പേരും അതും ഇതും എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത്രയും കഴിവ്, അത്രയും സൂക്ഷിച്ച് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്കത് നന്നായി ഉപയോഗിച്ചാൽ മാത്രം മതി. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ നന്നായി നമ്മളത് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം അതുപോലെ ബോധമനസ്സിൽ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, അതായിരിക്കും ബോധമനസ്സിൽ പോയി സ്റ്റോറാകുന്നത്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് ബോധമനസ്സിൽ ചൂട് ഒരു അളവിലുള്ളൊരു ചൂട്, നമുക്ക് കുടിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു അല്പം കൂടെ കൂടുതലായിട്ടുള്ളൊരു ചൂടിൽ ചായയോ വെള്ളമോ എന്തെങ്കിലും നമ്മൾ കുടിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളറിയാതെ അതങ്ങനെ ആ ടെൻഡൻസി ചെയ്യുകയാണ്. ചൂട് കാണുമ്പോഴേ നമ്മളതിനെ അവോയ്ഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ തണുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ചൂടൊന്ന് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുക, അത് ശീലിക്കുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോൾ ചൂട് കണ്ടാലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. നേരെ മറിച്ച് നമ്മൾ ഇത് കുടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എപ്പോൾ കണ്ടാലും നമുക്കത് കുടിക്കാൻ ശ്രമിക്കാൻ ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ എന്താണോ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, അതായിരിക്കും നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റാത്തത്, എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്നത്, അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പതിയെ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധമുള്ള സമയത്ത് നിങ്ങളത് ശീലിക്കുക. സ്വാഭാവികമായിട്ടും അത് അടുത്ത തുടർ ദിവസങ്ങളിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. എന്താണോ ബോധമനസ്സിൽ നമ്മൾ പരിശീലിപ്പിക്കുന്നത്, അതായിരിക്കും നമുക്ക് ബോധമനസ്സിൽ നിന്ന് നമുക്ക് തിരിച്ച് വീണ്ടും കിട്ടുന്നത്. ശ്രമിച്ച് നോക്കുക.